വർഷത്തെ ദാമ്പത്യം അവസാനിച്ചു. ഞാനും അപർണയും വേർപിരിഞ്ഞു. കുറിപ്പുമായി ജീവ. എവിടെയോ ചില കാര്യങ്ങൾ ശരിയാവാതെ പോയി. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന സത്യം ഞങ്ങൾ ഇപ്പോൾ ഉൾക്കൊള്ളുന്നു. അതിനാൽ വെവ്വേറെ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റി ദമ്പതികളായ ജീവ ജോസഫും അപർണ തോമസും വേർപിരിയുന്നു. ടെലിവിഷൻ, സോഷ്യൽ മീഡിയ രംഗത്ത് സജീവമായി ഇരുവരും വേർപിരിയുന്നു എന്ന തരത്തിൽ കുറച്ചു കാലമായി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ആ വാർത്തകൾ സ്ഥിരീകരിച്ചുകൊണ്ട് ജീവ തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കിട്ടിരിക്കുകയാണ്. 2015 ഓഗസ്റ്റ് 24 മുതൽ 2026 ഓഗസ്റ്റ് 24 വരെ എന്ന അടിക്കുറിപ്പോടെയാണ് ജീവ കുറിപ്പ് പങ്കുവച്ചത്. ഇനി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൻ്റെ പൂർണ്ണരൂപം. പ്രിയമുള്ളവരെ, ഇത് പങ്കുവെക്കുക എന്നത് എന്നെ സംബന്ധിച്ച് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും ഇത് നിങ്ങളോട് പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ചും എൻ്റെ കരിയറിലും സന്തോഷങ്ങളിലും വിഷമകരമായ ഘട്ടങ്ങളിലും അങ്ങനെ എൻ്റെ എല്ലാ ജീവിതയാത്രയിൽ എല്ലാത്തിലും നിങ്ങളിൽ പലരും ഒപ്പമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ കാര്യം ഞാൻ നിങ്ങളോട് നേരിട്ട് പറയണമെന്ന് തോന്നി. ഒരു ദമ്പതികൾ എന്ന നിലയിൽ നിങ്ങളിൽ പലരും ഞങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇനി മുതൽ ഞങ്ങൾ ആയിരിക്കില്ല, വെറും ജീവയും അപർണയും മാത്രമായിരിക്കും. 11 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഞങ്ങൾ വേർപിരിയുകയാണ്. എവിടെയോ ചില കാര്യങ്ങൾ ശരിയാവാതെ പോയി. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന സത്യം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അതിനാൽ രണ്ടുപേരും വെവ്വേറെ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇതിന് പിന്നിലെ കാരണങ്ങൾ തികച്ചും വ്യക്തിപരമാണ്. ഞങ്ങളിതിനെ എത്രത്തോളം പക്വതയോടെയാണോ സ്വീകരിച്ചത്, അതുപോലെ തന്നെ നിങ്ങളും ഇതിനെ സമീപിക്കുമെന്ന് കരുതുന്നു. ഇതൊരു തികച്ചും വ്യക്തിപരമായ തീരുമാനമാണ്. ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും പിന്തുണ നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും പറയാറുള്ളത് പോലെ സംഭവിക്കുന്നതിനെല്ലാം അതിൻ്റേതായ കാരണങ്ങളുണ്ടാകും. ഞാൻ അതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഇങ്ങനെ പോകുന്നു ജീവയുടെ കുറിപ്പ്. ഫേസ്ബുക്കിലെ സോഷ്യൽ മീഡിയയിലെ കുറിപ്പ്. അപ്പോൾ ജീവയെയും അപർണ തോമസിനെയും ഇഷ്ടമായ എല്ലാവർക്കും ഇത് സത്യം പറഞ്ഞ വേദന തന്നെയായിരിക്കും. പക്ഷേ അവരവർക്കും ഉണ്ടാകും പിരിയാൻ ഓരോരോ കാരണങ്ങൾ. അപ്പോൾ എന്തായാലും അവരുടെ ഭാവി സുരക്ഷിതമായിരിക്കട്ടെ, ശുഭകരമായിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂട്ടത്തിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക്